ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയത് ഒരു വശത്ത് വലിയ വിവാദമായി മാറുമ്പോൾ അങ്ങനെ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് തെറ്റാണെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു നാസർ ഫൈസി കൂടത്തായിയുടെ പ്രതികരണം. പൂജ നടത്താൻ മമ്മൂട്ടി നിർദ്ദേശിക്കുമെന്ന് കരുതുന്നില്ലെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാനത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ്, അത് പ്രതിഷേധാർഹമാണ്. മതപരമായ വിധിപ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ്. മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം അത് തെറ്റാണ്. മമ്മൂട്ടി പറഞ്ഞു ചെയ്തതാണെങ്കിൽ, മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ, മമ്മൂട്ടി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ, അത് മമ്മൂട്ടി ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരം അത് തെറ്റാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇത് നാണക്കേടുള്ളൊരു വിവാദമാണ്. കാരണം നമ്മളൊക്കെ സിനിമാ പ്രേക്ഷകർ എന്ന നിലയ്ക്ക്, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ആരാധകർ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ എപ്പോഴും വളരെ വളരെ അഭിമാനത്തോടെ പറയുന്നതാണ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള, ഏറ്റവും സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള സൗഹൃദവും അവർ തമ്മിലുള്ള സ്നേഹവും ഒക്കെ. അതിൻ്റെ പുറത്താണ് മോഹൻലാൽ ശബരിമലയിൽ പോയപ്പോൾ അങ്ങനെ ഒരു വഴിപാട് കഴിച്ചത്. പക്ഷേ മതപരമായി അതൊരു വലിയ വിവാദമായി മാറുന്നുണ്ടോ, അതോ ഇതിന്റെ പുറത്തുള്ള ഒരു പ്രതികരണങ്ങൾക്കപ്പുറത്ത് ഇതിന് വലിയ പ്രസക്തിയില്ലേ? ശ്രീജ, കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരണം നടക്കുന്നു. സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ആരോഗ്യനില പ്രശ്നമാണ്, അദ്ദേഹത്തിന് അർബുദ രോഗമുണ്ട് എന്നടക്കമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ ആരാധകരും മലയാളികളും ഒന്നടങ്കം ഒരു ആശങ്കയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നാണ് മോഹൻലാൽ കെട്ടുമുറുക്കി പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നത്. സന്നിധാനത്തെത്തിയ ശേഷമാണ് മമ്മൂട്ടിയുടെ പേരിൽ വിശാഖം നക്ഷത്രം എന്ന പേരിൽ അദ്ദേഹം ഉഷപൂജയ്ക്ക് രസീതാക്കുന്നതും അദ്ദേഹം ഈ വഴിപാട് കഴിക്കുന്നു. എന്തായാലും ആ വഴിപാട് കഴിച്ചതിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലേക്ക് വന്നതോടെ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടുകൂടി വലിയ ഒരു സൗഹൃദത്തിൻ്റെ, ഒരു സഹോദര സ്നേഹത്തിൻ്റെ കാര്യമായൊക്കെയാണ് ഇതിനെ വിലയിരുത്തിയത്. കാരണം തൻ്റെ സഹോദര തുല്യരായ ഒരാൾക്ക് ഒരു അസുഖം വന്ന് ചികിത്സയിലിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ പേരിൽ, സുചിത്രയുടെ പേരിൽ ഒരു ഉഷപൂജ കഴിക്കുന്നു. ഒപ്പം തന്നെ സഹോദരൻ എന്ന പേരിൽ, മുഹമ്മദ് കുട്ടി എന്ന പേരിൽ മമ്മൂട്ടിയുടെ പേരിലും കഴിക്കുന്നു. അതൊരു വലിയ മനുഷ്യ സ്നേഹത്തിന്റെ, ഒരു സൗഹൃദത്തിന്റെയൊക്കെ വലിയ പ്രതീകമായി തന്നെയാണ് വിലയിരുത്തിയത്. ഒരുപാട് ആളുകൾ അതിനെ അഭിനന്ദിച്ചും മറ്റുമൊക്കെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ പിന്നീടാണ്, ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു തലം മാറുന്നു എന്ന കാര്യം, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കൂടി സമൂഹത്തിലേക്ക് വരുന്നത്. മുസ്ലിം പണ്ഡിതനൊക്കെയായ O. അബ്ദുള്ളയാണ് ആദ്യം ഇത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് ഇത്തരം ഉഷപൂജ കഴിച്ചതെങ്കിൽ അത് തെറ്റാണ്, അത് ഇസ്ലാം നിയമപ്രകാരം ശരിയല്ല എന്ന രീതിയിലും അദ്ദേഹം തൗബ ചെയ്യണം, ആളുകളോട് ഖേദം പ്രകടിപ്പിക്കണം. ഒപ്പം ഈ പൂജാ വിവാദത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മമ്മൂട്ടി തന്നെ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മറുപക്ഷത്ത് മോഹൻലാൽ സ്വയം ഇഷ്ടപ്രകാരം, അദ്ദേഹത്തിന് ശാസ്താവിൽ അചഞ്ചലമായ ഭക്തിയുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ആരാധ്യ പുരുഷനോട് ഇക്കാര്യം പറഞ്ഞതാണെങ്കിൽ, ഈ വഴിപാട് കഴിച്ചതാണെങ്കിൽ അതിൽ പ്രശ്നമില്ല എന്നും പറയുകയും ചെയ്തു. പക്ഷേ മമ്മൂട്ടി നിലപാട് വ്യക്തമാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. പിന്നീട് പലരും ഇക്കാര്യം ഏറ്റുപിടിച്ചു പോകുന്നുണ്ട്. ഇതിനൊടുവിലാണ് നമ്മുടെ ചർച്ചയിൽ ഈ നാസർ ഫൈസി കൊടുത്തായി സമസ്ത, ഈ മുസ്ലിം പണ്ഡിത സഭയിലെ, അല്ലെങ്കിൽ പണ്ഡിത സംഘടനയിലെ ഏറ്റവും പ്രമുഖരായ ആളുകളിൽ ഒരാളായ നാസർ ഫൈസി കൊടുത്തായും ഇത്തരമൊരു നിലപാട് ആവർത്തിക്കുന്നത്. അതായത് മമ്മൂട്ടി സ്വന്തം ഇച്ഛപ്രകാരം ഇത്തരമൊരു വഴിപാട് കഴിക്കാൻ നിർദ്ദേശം നൽകിയെന്നും താൻ കരുതുന്നില്ല. മറിച്ച് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് മോഹൻലാൽ ശബരിമല സന്നിധാനത്ത് ഇത്തരമൊരു ഉഷപൂജ വഴിപാട് കഴിച്ചതെങ്കിൽ അത് തെറ്റാണ്, സമുദായത്തോട് മാപ്പ് പറയണം. പ്രത്യേകിച്ചും ഈ നോമ്പ് കാലമാണ്. നോമ്പ് കാലത്ത് ഇത്തരം അനുചിതമായൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നും പറയുന്നു. അതായത് മമ്മൂട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്ന ആവശ്യത്തിലേക്കാണ് രണ്ട് തരത്തിലുള്ള ആളുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തത വരുത്തേണ്ട ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഈ സന്ദേശം എത്തിക്കുക മറ്റൊരു തരത്തിലാണ്. അള്ളാഹു മാത്രമാണ് ദൈവം, അതുകൊണ്ട് മറ്റു ദൈവങ്ങൾക്ക് മുന്നിൽ ഈ വഴിപാട് അർപ്പിക്കുന്നത് ശരിയല്ല എന്ന ഒരു പണ്ഡിത നിലപാടിലേക്ക്, അല്ലെങ്കിൽ മുസ്ലിം കടുത്ത രീതിയിൽ ഇത് ചിന്തിക്കുന്ന ആളുകളുടെ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
പക്ഷേ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നോക്കിയാൽ ഇപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ഉയരുന്നുണ്ട്. ഒരു സുഹൃത്തിൻ്റെ പേരിൽ മറ്റൊരു സുഹൃത്ത് കഴിക്കുന്ന വഴിപാടിനെ ഈ ദൈവവിശ്വാസത്തെയും അല്ലെങ്കിൽ മറ്റ് മതപരമായ കാര്യങ്ങളെയും കൂട്ടിക്കെട്ടി പ്രചരിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അക്കാര്യത്തിൽ ഇരുവർക്കും അനുകൂലമായ അല്ലെങ്കിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും അനുകൂലമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്നതും. ശ്രീജ, ഇതിപ്പോൾ അനീഷ്, ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മമ്മൂട്ടിയെ പോലൊരു വ്യക്തി, അദ്ദേഹം മതവിശ്വാസിയാണ്. അദ്ദേഹത്തെ നമ്മൾ അത്തരം ഇപ്പോൾ ഈദ്ഗാഹുകളിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹം വിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. എപ്പോഴും മനുഷ്യ സ്നേഹത്തെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കുന്ന, പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെയുള്ള രണ്ട് സഹോദരന്മാരാണ് അവർ രണ്ടുപേരും, മമ്മൂട്ടി മോഹൻലാലും. അതിലൊരാൾ മറ്റേയാൾക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നു. അത് അയാളുടെ അറിവോടെയോ അറിവില്ലാതെയോ ആവട്ടെ, മമ്മൂട്ടിയിൽ നിന്നൊരു വിശദീകരണം വേണമെന്നൊരു ഡിമാൻഡ് ഇവർ ഉയർത്തുമ്പോൾ, ഈ മത പണ്ഡിതർ ഉയർത്തുമ്പോൾ, അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? മമ്മൂട്ടി ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തി, ഒരു മതത്തെ തൃപ്തിപ്പെടുത്താൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തും എന്ന് പ്രതീക്ഷിച്ചാണോ ഇവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്? തീർച്ചയായും അത്തരമൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടായിരിക്കും. കാരണം വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രസ്താവന മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പരാമർശത്തിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. അദ്ദേഹം കൃത്യമായി വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളാണ്. നമ്മളൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈദ്ഗാഹയിലൊക്കെ പോകുമ്പോഴൊക്കെ മകനോടൊപ്പം ഒക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആരാധന ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ, നമ്മൾ നിസ്കരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം എല്ലാവരുമായി സഹവർത്തിത്വത്തിൽ കഴിയുന്ന, എല്ലാ മതങ്ങളോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആൾ എന്ന രീതിയിൽ, ഈ കേരളത്തിൻ്റെ ഒരു സെക്കുലർ ക്രെഡൻഷ്യലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി നിലനിൽക്കുന്നത്. അദ്ദേഹം ഇതര മതങ്ങളോട് അകലം പാലിക്കാറില്ല, അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാറില്ല, അങ്ങനെ ഒരു തരത്തിന് പോകുന്ന ആളല്ല. മറിച്ച് മറുവശത്ത് ഈ രാജ്യത്ത് ഒരിടത്തും പ്രകടമല്ലാത്ത രീതിയിൽ രണ്ട് താരങ്ങൾ, സൂപ്പർ താരങ്ങൾ, അവർ മലയാള സിനിമയുടെ നെടുന്തൂണായി പതിറ്റാണ്ടുകളായി നിൽക്കുന്നു. 40, 47, 48 വർഷങ്ങളൊക്കെ ഇരുവരും നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേരും രണ്ട് വശത്തായി നിലയുറപ്പിക്കുമ്പോഴും പരസ്പരം സഹകരിച്ച്, പരസ്പരം സ്നേഹത്തോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ ഫാൻസുകൾ തമ്മിലൊക്കെ പലപ്പോഴും ചില തർക്കങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നേരത്തെ പുറത്തുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഇവർ തമ്മിൽ ബാധിക്കാത്ത രീതിയിൽ അങ്ങേയറ്റം ഇഴയെടുപ്പത്തോടെ ജീവിക്കുന്ന, പരസ്പരം പലപ്പോഴും കാണുന്ന, പലപ്പോഴും പൊതുവേദികളിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന രണ്ടുപേരെ പറ്റി പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്ന രണ്ട് ആളുകളാണ് അവർ. ഈ പുറത്തുള്ള ആളുകൾ തന്നെ പല സിനിമാ പ്രവർത്തകരൊക്കെ പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇരുവരും തമ്മിലുള്ള ഈ ബന്ധം മാതൃകയാണ്. രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം ഒരു വിദ്വേഷവും പകയുമില്ലാതെ, രണ്ട് വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു പകയും ഇല്ലാതെ ജീവിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ മമ്മൂട്ടിയിൽ നിന്നും ഇത്തരം ഒരു വിശദീകരണം തേടുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നമുക്കറിയാം, ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ബന്ധുക്കളായ ആളുകൾ, സുഹൃത്തുക്കളായ ആളുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. മറിച്ച് ഈ സമ്പത്തിനപ്പുറം ഈ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം പണത്തിന് യാതൊരു കുറവുമില്ല. ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഏത് ചികിത്സയും അദ്ദേഹത്തിന് നൽകാൻ പ്രാപ്തമായ ഒരു സാമ്പത്തിക നില അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുമ്പോൾ ആ പ്രാർത്ഥന ചെയ്തത് മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണോ എന്ന് പറയണമെന്ന് വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അക്കാര്യം ജനങ്ങളോട് തുറന്നു പറയണം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആളുകളോട് അക്കാര്യം തുറന്നു പറയണമെന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം മോശമായ പ്രവണതയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു മമ്മൂട്ടിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അത് തള്ളിയോ കൊണ്ടോ അദ്ദേഹം ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്താൻ ഉള്ള സാധ്യതകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരിക്കലുമില്ല. അത് അങ്ങനെ ആവശ്യപ്പെടുന്നത് തന്നെ ഒരു നമ്മളെ പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി എൻ്റെ വിശ്വാസം എന്താണോ അത് ആ വിശ്വാസപ്രകാരം അവർ നന്നായിരിക്കാൻ വേണ്ടത് ചെയ്യുക എന്നതൊക്കെ മനുഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് ഏത് വിശ്വാസപ്രകാരമായാലും ഒരു മതവിശ്വാസവും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്രണപ്പെടുത്തേണ്ട, വേദനിപ്പിക്കേണ്ട. പക്ഷേ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സ്നേഹത്തോടെ കരുതലോടെ ഒരു കാര്യം ചെയ്താൽ അതിന് വിശദീകരണം വേണം. അത് ചെയ്ത ആൾ അല്ല, അതിനപ്പുറത്ത് ആർക്കു വേണ്ടിയാണോ ചെയ്തത് അയാൾ അതേക്കുറിച്ച് വിശദീകരിക്കണം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തിന് എത്ര ചേരുന്നതാണ് എന്ന് ഈ പറയുന്നവർ ആലോചിക്കണം. അത് ഏത് മതമായാലും ശരി, ആ മതത്തിനപ്പുറത്താണ്
മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാലമാണിത്. അത്രയേറെ കലുഷിതമായ ഒരു കാലത്ത് ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശങ്ങൾ നൽകുന്ന കാര്യം.